ഹലോ നമസ്കാരം മിനി റീഡിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം. അപ്പോൾ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാൻ പറയുന്നു. ഓക്കെ, എപ്പോഴാണ് അത് സംഭവിക്കുക? എപ്പോഴും എൻ്റെ ആഗ്രഹം റിയാലിറ്റിയിൽ വരും, എന്താ അത് റിയാലിറ്റിയിൽ വരാത്തെ, അങ്ങനത്തെ ആ ഒരു എനർജിയിൽ ഇരിക്കാതെ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇപ്പോൾ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നു. ഓക്കെ, നിങ്ങൾ ആ ഒരു ആഗ്രഹങ്ങളിൽ എത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നു അത്രത്തോളം അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്നതിന് കാലതാമസം സൃഷ്ടിക്കും. അതെപ്പോഴും ഓർക്കുക. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, ഞാൻ ഇംഗ്ലീഷിൽ ചെയ്ത റീഡിങ്ങിന്റെ സെയിം എനർജിയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിങ്ങളുടെ മനസ്സമാധാനത്തിനാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ റിയാലിറ്റിയിൽ മാക്സിമം ഒരു സമാധാനം നിറഞ്ഞ സമയം ആയിരിക്കണം. അത് ഉറപ്പുവരുത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയം 111 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ അനാവശ്യമായിട്ട് ആശങ്ക ഉണ്ടാക്കുന്ന, നിങ്ങൾക്കൊരു മനസ്സമാധാനമുള്ളത് കെടുത്തുന്ന തരത്തിലുള്ള ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ സംഭാഷണങ്ങളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, ചില വ്യക്തികളുമായിട്ടുള്ള ഇടപെടലുകളായിരിക്കാം. അത്തരം എനർജീസ്, ഇതിനൊക്കെ ഊർജ്ജങ്ങളായിട്ട് ഞാൻ കാണുന്നു. ഈ ഊർജ്ജങ്ങളെയൊക്കെ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾ വിടുതൽ നേടണം. എന്നിട്ട് മാക്സിമം ലൈഫിൽ സമാധാനം കൊണ്ടുവരുന്നതിന് പ്രയത്നിക്കുക. നിങ്ങളിപ്പോൾ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഡിവൈൻ ടീം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു. അവർക്ക് നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹിക്കുന്ന ഒരു മാറ്റം, നിങ്ങളുടെ ജീവിതത്തിൽ അർഹിക്കുന്ന ഒരു ഉയർച്ച കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ അതോടൊപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ആക്ഷൻസും നിങ്ങൾ കൃത്യമായി എടുക്കുമ്പോഴേ അവരുടെ എഫേർട്ടിന് അല്ലെങ്കിൽ അവരെടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് പെട്ടെന്ന് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൽ കാലതാമസം നേരിടും. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് മനസ്സമാധാനത്തിന് മുൻതൂക്കം കൊടുക്കാൻ പറയുന്നത് വെച്ചാൽ, വൈകാതെ നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കേണ്ട പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ടെൻഷൻ നിറഞ്ഞ മനസ്സോടുകൂടെ ആയിരുന്നു കഴിഞ്ഞാൽ ഈ ഡിസിഷൻ എടുക്കുന്നതിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും. അവിടെ നിങ്ങൾക്ക് വേറൊരു ഹ്യൂമൻ ബീങ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളുടെയാണ് ഫൈനൽ ഡിസിഷൻ ആയിരിക്കാം. അപ്പൊ ആ ഫൈനൽ ഡിസിഷൻ ഏറ്റവും നല്ല രീതിയിൽ എടുക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമായിരിക്കണം. അപ്പോഴാണ് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് ക്ലൂസ് തരും. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ അല്ലെങ്കിൽ സയൻസ് കാണിച്ചുകൊണ്ട്, സിങ്ക്രണസിറ്റീസ് കാണിച്ചുകൊണ്ട്, ചില സിമ്പിൾസിലൂടെ ഏത് കാര്യമാണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് പാതയിലൂടെയാണ് പോകേണ്ടത് എന്നുള്ളത് കൃത്യമായി യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. പക്ഷെ അത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ആ സൈൻ കാണുമ്പോൾ, ആ സിങ്ക്രണസിറ്റി കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻറ്റ്യൂട്ടീവ് തോട്ട് വരുമ്പോൾ അത് തിരിച്ചറിയാൻ, ഇതാണ് യൂണിവേഴ്സ് എനിക്ക് തരുന്ന ഗൈഡൻസിനെ തിരിച്ചറിഞ്ഞ് അതിന് അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമായിരിക്കണം. അപ്പോഴാണ് ഈ കാര്യങ്ങളെ തിരിച്ചറിയാനും അതനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ മനസ്സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കാൻ, മനസ്സ് സ്വസ്ഥമായി വെക്കുന്നതിന് പ്രാധാന്യം കൊടുക്കാൻ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ അണ്ടർലൈങ് എനർജി 7 of Cups ആണ്. അപ്പൊ നിങ്ങളോട് പറയുന്ന പല കൺഫ്യൂഷൻസും നിങ്ങൾക്ക് എപ്പോൾ ഉണ്ടാവും. വൈകാതെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ക്ലാരിറ്റി യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ഒരു നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടേണ്ട. ഓക്കെ, ആ കൺഫ്യൂഷൻ സ്വയം മാറ്റാനായിട്ട് ശ്രമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അത് വരുമ്പോൾ അതിനെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഓക്കെ, അപ്പൊ മനസ്സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കുക. അല്ലാതെ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കും എന്നുള്ളതിലല്ല നിങ്ങളുടെ ശ്രദ്ധ ആയിരിക്കേണ്ടത്. മനോരാജ്യത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു വിഷ്വലൈസേഷൻ ഒക്കെ നല്ലതാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ഇപ്പൊ ഈ മനസ്സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങളുടെ ഫോക്കസ് വരേണ്ടതും ഇപ്പോൾ അത്യാവശ്യമാണ്. അപ്പോഴാണ് ഈ ഡിസിഷൻ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഡിവൈൻ ഗൈഡൻസ് കൃത്യമായി മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്, മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേരെയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പൊ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇപ്പൊ എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴാണ് റീഡിംഗ് കാണുന്നത് അപ്പോൾ ആ റീഡിംഗ് നിങ്ങൾ കാണുന്നതിന് കാരണം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് ടൈംലെസ് ഗൈഡൻസ് ആണ് കേട്ടോ.
ഓക്കെ, ഓക്കെ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം, ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൽ വിജയം നേടണം എന്നൊരൊറ്റ ഫോക്കസ്, അതിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ എങ്ങനെയും വിജയിക്കണം, അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സക്സസ്ഫുൾ ആകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ അതിനായിട്ട് ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അതിൽ നിന്ന് ആ ഒരു പ്രയത്നം അവസാനിപ്പിക്കാൻ പറയുന്നു. ഓക്കെ, കാരണം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് മറ്റൊന്നാണ്, നിങ്ങൾ പോകേണ്ട വഴി മറ്റൊന്നാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന പാത അല്ല നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കാണുന്നത്, അത് മറ്റൊന്നാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ മികച്ച ഒരു പാതയാണ്. അപ്പൊ അതിലേക്ക് അത് മനസ്സിലാവണമെങ്കിൽ, ആ ഓപ്പർച്യൂണിറ്റി അപ്പുറത്ത് അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കണം. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കേണ്ടതുണ്ട്. ഒന്നുകിൽ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചിട്ട് നിങ്ങൾ വിചാരിച്ച വിജയം കിട്ടാത്തതിൽ ഒരു നിരാശ നിങ്ങൾക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ ആ വിജയം നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടെ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ അതിലല്ല ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു ചാലഞ്ചിങ് പീരീഡിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ആ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ യൂണിവേഴ്സിന്റെ ചില പരീക്ഷണങ്ങൾ, അതായത് നിങ്ങൾക്ക് ഈ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണല്ലോ കഴിഞ്ഞു വരുന്നത്. അപ്പൊ അവിടെ പല പാഠങ്ങളും, ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് എത്ര കണ്ട് നിങ്ങൾ പഠിച്ചു, എത്ര കണ്ട് നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയുക ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിന് നിങ്ങൾ തയ്യാറാകണം. ഓക്കെ, അപ്പം നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ സ്ട്രഗ്ലിംഗ് ഫേസിൽ നിന്ന് ഈ ഒരു സമയത്ത് ഈ ഒരു എൻഡിങ് എനർജിയാണ്. അപ്പൊ ഇന്റൻസിറ്റി വളരെയധികം കൂടും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ പരിശ്രമിക്കണം, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ചെയ്യണം, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ തോന്നൽ മനസ്സിലുണ്ടാകും. പക്ഷെ അത് ആ ഒരു ഇന്റൻസിറ്റി കൂടുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഭയം മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. കാരണം വൈകാതെ തന്നെ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് സംതൃപ്തി സന്തോഷം തരുന്ന ഒരു അധ്യായത്തിലേക്ക് കടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയില്ലേ, ആ ഒരു ടൈമാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഈ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. അത് കംഫർട്ടബിൾ അല്ലെങ്കിലും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസസ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് വളരെ ഒരു എന്താ പറയാ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാതെ, ഒരു ഡിലേ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ വളരെയധികം നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. അപ്പൊ അതിലും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഇതൊന്നും ആരോടും നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മികച്ച രീതിയിൽ നിങ്ങളിലേക്ക്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരാനാണ് ഇരിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ അനുവദിക്കണം. നിങ്ങൾ ഒരു തരത്തിലും മാറ്റത്തിനെ തടഞ്ഞു നിർത്താൻ പാടില്ല. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോൾ എവിടെയാണോ നിങ്ങൾ ആയിരിക്കുന്നത് അവിടെ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ഗൈഡൻസ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നത്. ഓക്കെ, ഒരു ഒബ്സഷൻ പാടില്ല എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ഇന്ന രീതിയിൽ നടക്കണം, ഇന്ന പോലെ നടക്കണം, ഇന്ന സമയത്തിനുള്ളിൽ നടക്കണം, അങ്ങനത്തെ വാശികൾ പാടില്ല എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ രഹസ്യമാക്കി വെക്കുക. ഞാൻ കേൾക്കുന്നത് പരമ രഹസ്യമാക്കി വെക്കുക എന്നാണ്. കാരണം അത് ആരോടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മാക്സിമം നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യാൻ മുന്നോട്ട് പോകുക, അത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോഴത്തെ മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറയുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുകയാണ്. താങ്ക് യു.